നമസ്കാരം. ഇംഗ്ലീഷിൻ്റെ ഓൺലൈൻ ക്ലാസ് +1 പൊളിറ്റിക്കൽ സയൻസ് ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമാണെന്ന് വിശ്വസിക്കുന്നു. അവസാനം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അവസാനം നമ്മൾ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ക്ലിയറിൻ്റെ മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതൊക്കെ കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷ. ഒരുവിധ സാഹചര്യങ്ങൾ അറിയാം. നമ്മൾ ഈ സാഹചര്യങ്ങളിൽ ഓൺലൈൻ ക്ലാസ് നമുക്ക് തുടങ്ങാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് +1 നമ്മൾ 2 ടെക്സ്റ്റ് പഠിച്ചായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് ആൻഡ് പൊളിറ്റിക്കൽ തിയറി. അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് നമുക്ക് അതേപോലെ തന്നെ 2 ടെക്സ്റ്റാണ് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ടെക്സ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. രണ്ടാമത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പേര് എന്ന് പറയുന്നത് കോണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്. സമകാലിക ലോകരാഷ്ട്രീയം. അപ്പോൾ +1 പോലെയല്ല, ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ നമ്മുടെ ഭാവിയിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന 2 ടെക്സ്റ്റുകളാണത്. കാര്യം PSC പരീക്ഷകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ 2 ടെക്സ്റ്റിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഒരുപാട് +1 ചോദിക്കും, ഇത് കൂടുതൽ ചോദിക്കാറുണ്ട്. ഒരുപാട് ഉപയോഗമുള്ളതാണ്. വളരെ എളുപ്പമാണ്. +1 പോലെയല്ല, കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് അതുപോലെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സിമ്പിളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ആ ടെക്സ്റ്റിൽ എന്ന് പറയുന്നത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി അന്ന് അർദ്ധരാത്രി മുതലുള്ള സംഭവങ്ങളാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് അർദ്ധരാത്രി മുതലുള്ള സംഭവങ്ങളാണ്. അതായത് 1946 അർദ്ധരാത്രി 12 മണി മുതലുള്ള സംഭവങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അതായത് പാർട്ടീഷൻ മുതലാണ്. അപ്പോൾ അതിൽ നമുക്ക് 9 ചാപ്റ്ററുണ്ട്. അത് വേറെ അതിനുശേഷമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങളും രാഷ്ട്രീയ ഗവൺമെൻറ് രൂപീകരിക്കുന്നതും പല ഗവൺമെൻറ്റുകളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങളും അടുത്ത കാലം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ബാബറി മസ്ജിദ് ഇഷ്യൂ അതുവരെയൊക്കെ വരും. ലാസ്റ്റ് ഗുജറാത്ത് കലാപം ഒക്കെ വരും. അതുവരെയൊക്കെ വരും. 2002 കാലഘട്ടം വരെ നമുക്ക് പഠിക്കാം. പ്രധാനപ്പെട്ട സംഭവങ്ങൾ പഠിക്കാം. വളരെ എളുപ്പമാണ്. കഥ പോലെ നമുക്ക് പഠിക്കാവുന്നതാണ്. രണ്ടാമത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് കോണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്. സമകാലിക ലോക രാഷ്ട്രീയം. അതിലെന്ന് പറയുന്നത് നമ്മൾ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവങ്ങൾ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സംഭവങ്ങളാണ്. അതായത് ശീതസമരം മുതൽ കോൾഡ് വാർ മുതൽ നമ്മൾ പഠിക്കാറുണ്ട്. ഇതുപോലെ ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങൾ അടുത്ത കാലം വരെയുള്ള, അതായത് ഇറാഖിലെ അമേരിക്കൻ ഇൻവേഷൻ വരെയുള്ള കാര്യങ്ങൾ, 2003 സംഭവങ്ങൾ, പിന്നെ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണം, അങ്ങനെയൊക്കെയുള്ള അവിടെ വരെയുള്ള സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട ലോകത്തിലെ നമുക്ക് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ +1 പോലെയല്ല, വളരെ എളുപ്പമാണ്. ബുക്കിൻ്റെ പേര് ഒന്നുകൂടെ മനസ്സിലാക്കുക. ഇന്ത്യൻ പൊളിറ്റിക്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അത് പാർട്ട് ഫസ്റ്റാണ്. പാർട്ട് സെക്കൻഡ് കോണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്. സമകാലിക ലോക രാഷ്ട്രീയം. അപ്പോൾ ഇതിൽ നമുക്ക് +1 പോലെയല്ല. +1 രണ്ടാമത്തെ ടെക്സ്റ്റ് നമുക്കറിയാം. പൊളിറ്റിക്കൽ തിയറിയിലെ കുറച്ച് പാടായിരുന്നു എല്ലാവർക്കും പാട് തന്നെയാണ്. കുറച്ച് തിയറി ആയിരുന്നു. അതുപോലെ ഒന്നുമല്ല, ഇത് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും ഫസ്റ്റ് ക്ലാസ്സാണ്. നമുക്ക് ഒരു ചാപ്റ്റർ ആരംഭിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പാർട്ടീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പാർട്ടീഷനാണ്. അതായത് ഇന്ത്യ പാക് വിഭജനം. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന അർദ്ധരാത്രി മുതലുള്ള സംഭവമാണ്. നമുക്ക് ആദ്യം രണ്ടാമത്തെ ചാപ്റ്റർ എന്നുള്ള പേരിലാണ് എറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. പാർട്ടീഷൻ നമുക്ക് പഠിക്കാം. ആദ്യം ഈ ചാപ്റ്റർ പഠിക്കാം. ഇത് എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് എസ്സേ ആയിട്ട് ഒന്നുമില്ല. ഒരു ചെറിയ ചാപ്റ്ററാണ്. എസ്സേ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഒന്നുമില്ല. കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ, ആ ഇലക്ഷൻ ഇലക്ഷൻ എങ്ങനെയാണ് നടത്തിയത്, ഇലക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രം നേരിട്ട പ്രോബ്ലംസ്, പിന്നെ ഫസ്റ്റ് ഇലക്ഷൻ പ്രക്രിയ, പ്രോസസ്സ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ.
പിന്നെ അന്നത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസ്, ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ മത്സരിച്ച പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അത് ചാപ്റ്റർ, അതായത് ഒന്നാമത്തെ ടെക്സ്റ്റ് നമ്മൾ പഠിച്ച അപ്പോൾ മൊത്തം ടെക്സ്റ്റിൻ്റെ കുറച്ച് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതുകൊണ്ടാണ് ഇത് അത് പഠിക്കാമെന്ന് വിചാരിച്ചത്. നമ്മളോട് ചാപ്റ്റർ 2 എറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. അതായത് എറ മീൻസ് യുഗം അല്ലെങ്കിൽ കാലഘട്ടം എന്നുള്ള പറയാം. എറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഡോമിനൻസ് മീൻസ് മേധാവിത്വം, ഏകകക്ഷി മേധാവിത്വത്തിന്റെ കാലഘട്ടം. ഏകകക്ഷി മേധാവിത്വത്തിന്റെ കാലഘട്ടം. എറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. എറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്, ഏകകക്ഷി മേധാവിത്വത്തിന്റെ കാലഘട്ടം. അതായത് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള രാജ്യത്തിലെ സാഹചര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഭരണഘടന സ്വീകരിച്ചു അല്ലേ. ഇന്ത്യ accepted the constitution on 26th January 1950. നമ്മൾ പഠിച്ചതാണ്, പഠിച്ചതാണ് അല്ലേ. റിപ്പബ്ലിക് ഡേ അറിയാമല്ലോ, പഠിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം, വി adopted democracy. We accepted democratic form of government from Britain. ബ്രിട്ടനിലേതുപോലുള്ള ഒരു ജനാധിപത്യ പാർലമെന്ററി ജനാധിപത്യമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തത്. ഇന്ത്യ accepted parliamentary democracy. So elections are unavoidable in a democratic setup. Elections are unavoidable in a democratic setup. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് എലക്ഷൻസ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഇലക്ഷൻ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഇൻഡിസ്പെൻസിബിൾ. എലക്ഷൻസ് ആർ ഇൻഡിസ്പെൻസിബിൾ ഫോർ ഫോർ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ജനാധിപത്യ സമ്പ്രദായത്തിൽ എലക്ഷൻസ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഏതൊരു ഇലക്ഷനാണ് അല്ലേ. ഭൂരിഭാഗം ആളുകൾ പറയുന്നതാണ് ശരി ഡെമോക്രസി. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലേ. അപ്പോൾ നമ്മൾ പാർലമെന്ററി ഡെമോക്രസി സ്വീകരിച്ചു, എലക്ഷൻസ് വേണം. അപ്പോൾ തീർച്ചയായിട്ടും എലക്ഷൻസ് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും there should be an agency for holding elections. As a result, election commission was appointed in 1950. Election commission was appointed in 1950. 1950 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കപ്പെട്ടു. And Sukumar Sen became the first election commissioner of India. Sukumar Sen became the first election commissioner of India. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കപ്പെടുന്നത് 1950 ഫസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്ന ആരാണ്? സുകുമാർ സെൻ. സുകുമാർ സെൻ became the first election commissioner of India. India accepted parliamentary democracy. 1950 ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചു അല്ലേ. സുകുമാർ സെൻ ഇലക്ഷൻ കമ്മീഷൻ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണറായി വന്നു. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നില്ലേ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് കൺട്രിയാണ്, വളരെ വലിയൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാര്യം ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചു, ഇലക്ഷൻ നടത്തണം. ഹൗ ടു കണ്ടക്ട് ഇലക്ഷൻ? കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഫൈൻഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഈസി ടു ഹോൾഡ് ഇലക്ഷൻസ് ലൈക്ക് എ കൺട്രി ലൈക്ക് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇലക്ഷൻസ് നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കുന്നത്. കാര്യം നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വിശാലമായ രാജ്യമാണ് ഇന്ത്യ അല്ലേ. നമുക്കറിയാം, വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത ജീവിത രീതിയുള്ള ലോകത്തിലെ ഒരു കോംപ്ലക്സ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റി ഈസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഫോർ കോംപ്ലക്സ് സൊസൈറ്റി എന്നാണ്. സങ്കീർണ സമൂഹത്തിന് ഉദാഹരണമാണ് ഇന്ത്യ അല്ലേ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പല ഭാഷകളും പല വ്യത്യസ്തകൾ മാത്രമേ നമ്മുടെ രാജ്യത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തകൾ മാത്രമുള്ള പലവിധ സംസ്കാരങ്ങളുള്ള, പലവിധ ഭാഷകളുള്ള, പല ജീവിത രീതിയുള്ള, പല മതങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ താമസിക്കുന്നു ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇലക്ഷൻസ് നടത്തുക എന്ന് പറയുന്നത് എന്താണ്, വളരെ എളുപ്പമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കി. എന്ത് തന്നെയായാലും ഇലക്ഷൻ നടത്തണം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമായിട്ടും നേരിട്ടത് 3 കാര്യങ്ങളാണ്. 3 പ്രശ്നങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമായിട്ടും നേരിട്ടത്. ആ 3 പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം അല്ലേ.
ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടത്തുന്നതിന് മുന്നോടിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട പ്രോബ്ലംസ്. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെയാണ് ദ ഡ്രായിങ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികൾ വരയ്ക്കുക. കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വിശാലമായ വളരെ വലിയൊരു രാജ്യമാണ്. ഈ രാജ്യത്ത് നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികൾ വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയായിരുന്നു ദ ഡ്രായിങ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. It was the first problem faced by election commission, the drawing of constituencies. ഒന്നാമത്തെ പ്രശ്നം ഇതാണ്. എന്താണ് ഡ്രായിങ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്? നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികൾ വരയ്ക്കുക എന്ന് പറയുന്നത്. മനസ്സിലായി? ലോക്സഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ലോക്സഭയിലേക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് നിയോജക മണ്ഡലങ്ങൾ വരയ്ക്കണം. അത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയ ആയിരുന്നു ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച്. മനസ്സിലായി? അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം ഏതാണ്? The drawing of constituencies is the first problem. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പറയാമോ? The preparation of voters list. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും ഇലക്ഷൻ കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി. But when the first voters list was published, about 40 lakhs of women voters were termed as the wife of dash or the daughter of dash. The wife of dash or the daughter of dash. First electoral roll പ്രസിദ്ധീകരിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ടറൽ റോൾ ഉണ്ടാക്കി അത് പ്രസിദ്ധീകരിച്ചു. അത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഉദ്ദേശം 40 ലക്ഷത്തോളം വനിതാ വോട്ടർമാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരുന്നത് ദ വൈഫ് ഓഫ് ഡാഷ് ഓർ ദ ഡാറ്റർ ഓഫ് ഡാഷ്. പേരില്ല, ആളിന്റെ പേരില്ല, വ്യക്തിയുടെ പേരില്ല, വോട്ടറുടെ പേരില്ലാതെ ഇന്ന ആളിന്റെ ഭാര്യ അല്ലെങ്കിൽ ഇന്ന ആളിന്റെ മകൾ എന്നാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരിക്കലും ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കില്ല, അല്ലേ? കാര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ജോലി തന്നെ എന്താണ്? ടു കോണ്ടക്ട് ഫെയർ ഇലക്ഷൻസ്, അല്ലേ? നിഷ്പക്ഷമായിട്ടും സ്വതന്ത്രവുമായിട്ടുള്ള ഇലക്ഷൻ നടത്തുക എന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ജോലി. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പൊ ഇതൊരിക്കലും ഈ ഒരു ഇലക്ട്രൽ റോൾ വെച്ച് നമുക്ക് ഇലക്ഷൻ നടത്താൻ പറ്റത്തില്ല. കാര്യം വ്യക്തിയുടെ പേരില്ല, വോട്ടറുടെ പേരില്ല, ഇന്ന ആളുടെ ഭാര്യ ഇന്ന അല്ലെങ്കിൽ ഇന്ന ആളുടെ മകൾ എന്നാണ്. ഇപ്പൊ രാജുവിന്റെ ഭാര്യ എന്നാണ് അടുത്ത പേര്, രാജുവിന്റെ മകൾ എന്നാണ്. അല്ലാതെ ഈ വോട്ടർമാരുടെ 40 ലക്ഷം വനിതാ വോട്ടർമാരുടെ പേരുകൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ refused to accept the list. ഇലക്ഷൻ കമ്മീഷൻ ഇത് അംഗീകരിച്ചില്ല. കാര്യം 40 ലക്ഷം വനിതാ വോട്ടർമാരുടെ പേരുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് വെച്ച് വോട്ടിംഗ് പ്രോസസ് നടത്താൻ പറ്റത്തില്ല. refused the voters list. ഇത് അംഗീകരിച്ചില്ല. പുതുതായിട്ട് പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുവാൻ ഉത്തരവിടുന്നു ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു പ്രശ്നമാണ്. 40 ലക്ഷം വനിതാ വോട്ടർമാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരുന്നത് ഇന്ന ആളിന്റെ ഇങ്ങനെയാണ്, ഇന്ന ആളിന്റെ ഭാര്യ അല്ലെങ്കിൽ ഇന്ന ആളിന്റെ മകൾ എന്ന് മാത്രമേ ഉള്ളൂ, വ്യക്തിയുടെ പേരില്ല. ഇതായിരുന്നു രണ്ടാമത്തെ പ്രശ്നം. അതായത് ഫെയർ ഇലക്ഷൻ നടത്താൻ പറ്റത്തില്ല ഇത് വെച്ച്. ഇനി മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. There were 70 crores of eligible voters in India at that time. അന്ന് നമ്മുടെ രാജ്യത്തിന്റെ എലിജിബിൾ വോട്ടേഴ്സ്, യോഗ്യരായ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 17 കോടിയാണ്. 17 കോടി വോട്ടർമാരാണ് നമ്മുടെ രാജ്യത്തുള്ളത്. 17 കോടി വോട്ടർമാർ എലിജിബിൾ വോട്ടേഴ്സ്. And who had to elect 3,200 MLAs and 489 Lok Sabha members. ഇവരാണ് ഈ 17 കോടി വോട്ടേഴ്സാണ് 3200 MLA മാരെയും 489 ലോക്സഭാ മെമ്പേഴ്സിനെയും തെരഞ്ഞെടുക്കേണ്ടത്. 3200 MLA മാർ സംസ്ഥാന നിയമസഭകളിലേക്ക് 3200 MLA മാരെയും 489 ലോക്സഭാ സീറ്റ്. അന്ന് 489 ലോക്സഭാ സീറ്റ്. ആ 489 ലോക്സഭാ സീറ്റിലേക്കും ഇവരാണ്, ഈ ജനങ്ങളാണ് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, only 50%
15% were literate. ഈ 17 കോടിയിൽ വെറും 15% മാത്രമേ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നിലവാരമാണ്. വെറും 15% ആളുകൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർ എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദ സക്സസ്ഫുൾ വർക്കിംഗ് ഓഫ് ഡെമോക്രസി. ഒരു ജനാധിപത്യം ഒരു രാജ്യത്തിൽ വിജയകരമായിട്ട് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഓഫ് പീപ്പിൾ. ജനങ്ങൾക്ക് മതിയായ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. ജനങ്ങളുടെ മതിയായ വിദ്യാഭ്യാസമാണ് ജനാധിപത്യത്തെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് 17 കോടി വോട്ടർമാരുണ്ട്. അതിൽ വെറും 15% മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. ലിറ്ററേറ്റ്സ്, എഴുത്തും വായന അറിയാവുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കും അക്ഷരം പോലും അറിയാത്ത ആളുകളാണ്, നിരക്ഷരരായിട്ടുള്ളവരാണ്. ഈ സിറ്റുവേഷൻ ഇത് ഇലക്ഷൻ കമ്മീഷനെ ഭയപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാര്യം പ്രോപ്പർ എഡ്യൂക്കേഷൻ is an important element for the successful working of democracy. ജനാധിപത്യം വിജയകരമായിട്ട് നടക്കണമെങ്കിൽ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം നമ്മൾ ഇന്നെടുത്താൽ നമുക്കറിയാൻ പറ്റില്ല, വിദ്യാഭ്യാസമുള്ള രാജ്യങ്ങളിലാണ് ജനാധിപത്യം കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. വിദ്യാഭ്യാസം കുറഞ്ഞ രാജ്യങ്ങളിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും വേസ്റ്റ് ഫോമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡെമോക്രസി എല്ലായിടത്തും ഉണ്ട്, പക്ഷേ വിദ്യാഭ്യാസം ഉള്ള രാജ്യങ്ങളിൽ ഡെമോക്രസി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. വിദ്യാഭ്യാസം കുറയും തോറും ജനാധിപത്യം വേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ പോലുള്ള അന്ന് 15% മാത്രം വിദ്യാഭ്യാസമുള്ള ജനങ്ങളുള്ള രാജ്യത്ത് പറയുന്നത് ജനാധിപത്യം വിജയിക്കുമോ, അല്ലെങ്കിൽ ജനാധിപത്യം ഈ ജനങ്ങൾക്ക് നമുക്കറിയാം ഇല്ലേ, യൂണിവേഴ്സൽ അഡപ്റ്റ് ഫ്രാഞ്ചൈസ് കൊടുക്കുകയാണ് ഇല്ലേ. നമുക്കറിയാം നമ്മൾ ഇല്ലേ 200 വർഷത്തോളം തന്നെ നമ്മൾ ഇല്ലേ വിദേശ മേധാവിത്വത്തിന് കീഴിലായിരുന്നു. ജനങ്ങൾക്ക് ഡെമോക്രസി എന്താണെന്ന് അറിയത്തില്ല, യൂണിവേഴ്സൽ അഡപ്റ്റ് ഫ്രാഞ്ചൈസ് എന്താണെന്ന് അറിയത്തില്ല. ഈ ജനാധിപത്യത്തിന്റെ അർത്ഥം അറിയാത്ത സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നമ്മൾ പഠിച്ചതാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം കഴിഞ്ഞ വർഷം നമുക്ക് പഠിച്ചതാണ്. അറിയാവുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. ഒരു നിശ്ചിത പ്രായപരിധി കഴിഞ്ഞ ഒരു രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും ജാതി, മത, വർഗ, വർണ്ണ, ലിംഗഭേദമന്യേ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസ് കൊടുക്കുകയാണ് ഈ ജനങ്ങൾക്ക്. നിരക്ഷരരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലേക്കാണ് വോട്ടവകാശം വെച്ചു കൊടുക്കുന്നത്. ഇതവർ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ ഈ ഡെമോക്രസിക്ക് ക്വാളിറ്റി കാണുമോ, അല്ലെങ്കിൽ ഡെമോക്രസി ഈ ജനങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതിന്റെ അർത്ഥം പോലും ഡെമോക്രസിയുടെ മീനിങ് പോലും അറിയാത്ത ജനങ്ങളാണുള്ളത്. അവരുടെ കയ്യിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് ഈ സാഹചര്യം. അപ്പൊ ഈ സാഹചര്യം പ്രധാനമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമായിട്ടും നേരിട്ട പ്രോബ്ലംസ് ഇതാണ്. അപ്പൊ ഇത് ഒരു എപ്പോഴും ഒരു 4 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട പ്രോബ്ലംസ് ഫസ്റ്റ് ജനറൽ ഇലക്ഷന് മുമ്പ്. അപ്പോൾ ഒന്നാമത്തേതാണ് ഡ്രായിങ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. രണ്ടാമത്തത് 40 ലക്ഷം വനിതാ വോട്ടർമാരുടെ പേര് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഇന്നാളുടെ ഭാര്യ അല്ലെങ്കിൽ ഇന്നാളുടെ മകൾ എന്നാണ്, അല്ലാതെ യഥാർത്ഥ പേരില്ലായിരുന്നു വോട്ടർ. മൂന്നാമത്തത് 17 കോടി വോട്ടർമാരുണ്ട്, പക്ഷെ അതിൽ 15% മാത്രമേ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഇവരാണ് വിദ്യാഭ്യാസമില്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണ് 3200 MLA-മാരെയും 489 ലോക്സഭാ മെമ്പേഴ്സിനെയും തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇവരുടെ തിരഞ്ഞെടുപ്പ് കറക്റ്റ് ആകുമോ ഇല്ലയോ, ഇതെല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. ഈ ഇത്രയും ഭാഗം ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കും. മനസ്സിലായത്? ഇത് എപ്പോഴും 1 മാർക്കിന് ചോദിക്കും. ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ട വർഷവും അതേപോലെ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയേണ്ട കാര്യം. അന്ന് ഇലക്ഷൻ കമ്മീഷൻ മാത്രം ഒരാളേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ ഒരാളായിരുന്നു, പിന്നീട് അത് 3 മാറുന്നത്. ഇപ്പോൾ അന്ന് ഒരാളെ ഉണ്ടായിരുന്നു, സുകുമാർ ഫസ്റ്റ്. അപ്പോൾ ഇത്രയും എന്ത് തന്നെയായാലും ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഒരുപാട് നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾ ഒരുപാട് വിമർശിച്ചു. നിരക്ഷരരായ ബഹുഭൂരിപക്ഷം വരുന്ന നിരക്ഷരരുടെ കയ്യിലേക്ക് ജനാധിപത്യത്തെ കൊടുക്കുന്നത്. അത് ഇന്ത്യയിൽ തന്നെയുള്ള പല പത്രങ്ങളും ഇതിനെ വിമർശിച്ചു. അതിൽ ഒരു ഇന്ത്യൻ പത്രത്തിന്റെ എഡിറ്റർ പറഞ്ഞതാണ്, ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഓഫ് ഇന്ത്യ ഇസ് ദ ബിഗ്ഗസ്റ്റ് ഗാംബ്ലിംഗ് ഇൻ ഹിസ്റ്ററി.
ഈസ് ദ ബിഗ്ഗസ്റ്റ് ഗാംബ്ലിംഗ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം എന്നാണ് ഒരു ഇന്ത്യൻ പത്രത്തിന്റെ എഡിറ്റർ ഈ ഇലക്ഷനെ വിശേഷിപ്പിച്ചത്. ദ ബിഗ്ഗസ്റ്റ് ഗാംബ്ലിംഗ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം. കാര്യം ഇത് വിജയിക്കുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത്തരം നിരക്ഷരരായിട്ടുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം കൊടുത്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയാണ്. ജനാധിപത്യം വിജയിക്കുമോ പരാജയപ്പെടുന്നു യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. ബിഗ്ഗസ്റ്റ് ഗാംബ്ലിംഗ് ഇൻ ഹിസ്റ്ററി. അതേപോലെ തന്നെ ഓർഗനൈസർ എന്ന് പറയുന്ന പത്രത്തിന്റെ ആ പത്രം പറഞ്ഞതല്ല, ആ പത്രത്തിന്റെ എഴുത്ത് പറഞ്ഞതാണ്, തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യം ഒരു പരാജയമായിരുന്നു എന്ന് ജവഹർലാൽ നെഹ്റുവിന് സമ്മതിക്കേണ്ടി വരും ഭാവിയിൽ. ഇന്ത്യൻ ജനാധിപത്യം ഒരു പരാജയമായിരുന്നു എന്ന് ഭാവിയിൽ സമ്മതിക്കേണ്ടി വരും. ജവഹർലാൽ നെഹ്റുവിന് ഭാവിയിൽ ഇത് സമ്മതിക്കേണ്ടി വരും. ഇന്ത്യൻ ജനാധിപത്യം പരാജയമായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും എന്നാണ് ഓർഗനൈസർ എന്ന് പറയുന്ന എന്ന പത്രം ഈ ഇലക്ഷനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് അകത്തു നിന്ന് തന്നെ നമ്മൾ ഒരുപാട് വിമർശനങ്ങൾ ഫേസ് ചെയ്യും. അപ്പോൾ പ്രധാനപ്പെട്ട 2 വിമർശനങ്ങൾ ഇതാണ്. ഒന്നാമത്തെ ഇതാണ്, ഒരു ഇന്ത്യൻ പത്രത്തിന്റെ എഡിറ്റർ പറഞ്ഞത് ദ ബിഗ്ഗസ്റ്റ് ഗാംബ്ലിംഗ് ഇൻ ഹിസ്റ്ററി. രണ്ടാമത്തത് ഓർഗനൈസർ പത്രം പറഞ്ഞതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ജനാധിപത്യം ഒരു പരാജയമായിരുന്നു എന്ന് ജവഹർലാൽ നെഹ്റുവിന് സമ്മതിക്കേണ്ടി വരും. എന്തു തന്നെയായാലും ഇലക്ഷൻ നടത്തുവാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുകയും the first general election postponed twice. 2 തവണ ഇലക്ഷൻ മാറ്റിവെക്കും. പലവിധ കാരണങ്ങൾ കൊണ്ട് പോസ്റ്റ്പോൺ ചെയ്യും. 2 തവണ ഇലക്ഷൻ മാറ്റിവെക്കും. ഇലക്ഷൻ കമ്മീഷൻ postponing the election twice. At last, the first general election was held from October 1951 to February 1952. 1951 ഒക്ടോബർ മാസം മുതൽ 1952 ഫെബ്രുവരി മാസം വരെ ഇലക്ഷൻ നടത്തി. ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടത്തി. അപ്പോൾ 51 ഒക്ടോബർ മുതൽ 52 ഫെബ്രുവരി വരെ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ പരീക്ഷ ചോദിക്കുകയാണ്, ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ എന്നാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ വാസ് ഹെൽഡ് ഇൻ ദ ഇയർ 1952. 1952 ആണ് ഉത്തരം. കാര്യം മെജോറിറ്റി ഓഫ് പീപ്പിൾ വോട്ടഡ് ഇൻ 1952. രാജ്യത്തിന്റെ ഭൂരിഭാഗം ജനങ്ങളും വോട്ട് ചെയ്തത് 1952 51 തുടങ്ങി. 51 ഒക്ടോബർ മാസം മുതൽ ഇലക്ഷൻ പ്രോസസ് തുടങ്ങിയെങ്കിലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്തത് 52 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. ഏറ്റവും രാജ്യത്തിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് 52 ഫെബ്രുവരി 1952. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടന്ന വർഷം ചോദിച്ചാൽ നമ്മൾ ഏതേ പറയാവൂ? 1952 പറയാം. 52 ഓക്കെ. ഇന്ത്യൻ ഇലക്ഷൻ നടന്നു, മനസ്സിലായില്ലേ? Above 50% വോട്ട്, 50% മേൽ ജനങ്ങൾ എന്ത് ചെയ്തു? വോട്ട് ചെയ്തു. ദാരിദ്ര്യവും നിരക്ഷരതയും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 50% മുകളിൽ ജനങ്ങൾ വന്ന് വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഇത് തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഒരു വിജയമാണ്. കാര്യം ദാരിദ്ര്യമുള്ള ഒരു രാജ്യത്ത്, നിരക്ഷരതയുള്ള ഒരു രാജ്യത്ത് ജനങ്ങൾ 50% ജനങ്ങൾ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഒന്ന് വോട്ട് ചെയ്യുകയാണ് അല്ലേ? ഈ വിമർശകരുടെ വായ അടപ്പിച്ചുകൊണ്ട് എന്ത് തന്നെയായാലും ഇന്ത്യയിൽ ജനാധിപത്യം വിജയിക്കും എന്ന് നമ്മുടെ ജനങ്ങൾ തെളിയിച്ചു. ഇന്ത്യയിൽ ജനാധിപത്യം ഒരു വിജയകരമായിട്ട് നടക്കും എന്ന് തെളിയിച്ചു. കാര്യം ദാരിദ്ര്യത്തിന്റെയും നിരക്ഷരതയുടെയും മധ്യത്തിൽ ജനാധിപത്യം വിജയിക്കും എന്ന് ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. 50% മുകളിൽ ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് 51 ഒക്ടോബർ മുതൽ 52 ഫെബ്രുവരി വരെ
ഇലക്ഷൻ നടക്കുകയാണ്. പക്ഷേ ഭൂരിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്തത് 1952 അതുകൊണ്ട് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ 52 പറയാവൂ. ശരി, ഉത്തരം 52. ഇലക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇതൊരു അല്ലേ ഒരു ദാരിദ്ര്യം നിൽക്കുന്ന ഒരു രാജ്യത്ത് ഫസ്റ്റ് ടെസ്റ്റാണ് ഡെമോക്രസി. എന്ത് തന്നെയായാലും 50% ജനത്തിന് മേൽ ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യുന്നു. ജനാധിപത്യം ലോകത്ത് എവിടെയും യാഥാർത്ഥ്യമാകും. ഏതൊരു സാഹചര്യത്തിലും ജനാധിപത്യം യാഥാർത്ഥ്യം ആകും എന്ന് ഇന്ത്യ തെളിയിക്കുകയാണ് ഈ ഇലക്ഷനിലൂടെ.